ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി റൂറൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി 22 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി റൂറൽ SP ബി കൃഷ്ണകുമാർ. സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം സംശയാസ്പദമായ ബാങ്ക് അക്കൗണ്ടുകളെ ചെക്ക് ഉപയോഗിച്ചും ATM കാർഡ് ഉപയോഗിച്ചും പണം പിൻവലിച്ച 36 പേരെയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. റൂറൽ പരിധിയിൽ 22 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 20 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 14 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരേ സമയം നടത്തിയ റെയ്ഡിലാണ് ഇന്നലെ ഒറ്റ ദിവസം 20 കേസുകൾ തൃശൂർ റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു, 20 FIR രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അത് 32 റെയ്ഡാണ് ഇന്നലെ നമ്മൾ നടത്തിയത്. 32 വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഈ 32 റെയ്ഡിലൂടെ 20 കേസുകൾ FIR നമ്മൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ മാത്രം നമ്മൾ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 23 മൊബൈൽ ഫോണുകൾ, 8 ചെക്ക് ബുക്കുകൾ, 13 ബാങ്ക് പാസ്ബുക്കുകൾ, 5 ATM കാർഡ്, 3 പാൻ കാർഡ്, 7 ആധാർ കാർഡ്, ലാപ്ടോപ്പ് എന്നിവ പിടിച്ചെടുത്തു. വെള്ളിക്കുളങ്ങര പോലീസ് 7 പേരെയും ചാലക്കുടി പോലീസ് 3 പേരെയും കൊടുങ്ങല്ലൂർ പോലീസ് 2 പേരെയും വലപ്പാട് കൊടകര പോലീസ് ഓരോ ആളു വീതം അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യുന്നതിനായി കമ്മീഷൻ കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ടുകളും ATM കാർഡുകളും തട്ടിപ്പുകാർക്ക് വാടകയ്ക്ക് നൽകിയവരുമാണ് പിടിയിലായതെന്ന് റൂറൽ SP പറഞ്ഞു. നേരിട്ട് പങ്കെടുത്തവരുണ്ട്, പങ്കെടുക്കാൻ സഹായിച്ചവരുണ്ട്. ഈ ഓൺലൈൻ ഫ്രോഡ് എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പങ്ക് പറ്റിയവരുണ്ട്. അവരുടെ അക്കൗണ്ട് വിറ്റ് കമ്മീഷൻ വാങ്ങിച്ചവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് വളരെ ഗുരുതര സ്വഭാവമുള്ളൊരു കുറ്റകൃത്യമാണ്. പരിശോധനയ്ക്ക് വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 100ഓളം പോലീസുകാരാണ് നേതൃത്വം നൽകിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.